നമസ്കാരം. എസ് ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമ്മുടെ വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത്. നമുക്ക് വിഷയത്തിലേക്ക് വരാം. നമ്മൾ കുറേ കാലമായി അല്ലെങ്കിൽ ഏറെക്കാലമായി ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന നേതാക്കന്മാരിൽ ഒരാളാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ വളരെ സ്റ്റിഫായി കാര്യങ്ങൾ പറയാനുള്ള ഒരു കഴിവ്. ഇനിയും പാർട്ടിയിലുള്ള ഏത് നേതാവും എന്ത് കാണിച്ചിരുന്നാലും അതിനെ അനുകൂലിക്കുന്ന ഒരു നിലപാട് ഒരു കാലഘട്ടത്തിലും രാജ്മോഹൻ ഉണ്ണിത്താൻ സ്വീകരിച്ചിരുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനകത്ത് പാർട്ടിയിലുണ്ടാകുന്ന ഏത് തെറ്റിനെയും തെറ്റാണ് എന്ന് ചൂണ്ടിക്കാണിച്ചു തരുന്ന ഒരു നേതാവ് തന്നെയാണ് രാജ്മോഹൻ. അക്കാര്യത്തിൽ യാതൊരു മാറ്റമൊന്നുമില്ല. തന്നെയല്ല, ഷാർപ്പായിട്ടുള്ള വാക്കുകൾ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വീഴും. അതിനിപ്പം കെ മുരളീധരനാണെങ്കിൽ പോലും ഒരിക്കൽ കെ മുരളീധരനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് ഇപ്പോഴും നമ്മുടെ കേരളത്തിൽ പലയിടങ്ങളിലും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം തന്നെയാണ്. കെ മുരളീധരൻ എന്ന് പറയുന്ന ഒരാൾ പെണ്ണായിരുന്നെങ്കിൽ കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു വേശ്യയായി അദ്ദേഹം മാറിയേനെ, മുരളീധരൻ മാറിയേനെ എന്നായിരുന്നു ഏറെക്കാലം ഈ കരുണാകരനുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന, കരുണാകരൻ്റെ കിടപ്പറയിൽ പോലും കയറി ചെല്ലാനുള്ള സ്വാതന്ത്ര്യമുണ്ടായിരുന്ന നമ്മുടെ രാജ്മോഹൻ ഉണ്ണിത്താൻ ഈ രീതിയിൽ പറഞ്ഞത്. അങ്ങനെ രാജ്മോഹൻ ഉണ്ണിത്താൻ അങ്ങനെ പറഞ്ഞതിനൊരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. കെ മുരളീധരൻ അടക്കമുള്ളവർ ചേർന്നുകൊണ്ട് ഈ രാജ്മോഹൻ ഉണ്ണിത്താന് കൊല്ലത്തൊരുക്കി വെച്ചിരുന്ന ഒരു പാർലമെൻറ്റ് സീറ്റ് അതങ്ങ് തട്ടിത്തെറിപ്പിച്ചു. രാജശേഖരൻ എന്ന് പറയുന്ന നേതാവിലേക്ക് അത് എത്തിപ്പെടുകയാണ്. അങ്ങനെ എത്തിപ്പെട്ടതോടുകൂടി അദ്ദേഹം ഏകദേശം 1,00,000-ലധികം ചില്ലാനം വോട്ടുകൾക്ക് ഈ രാജശേഖരൻ പരാജയപ്പെടുന്ന കാഴ്ചയും കൊല്ലത്ത് സംഭവിച്ചു. അന്ന് തന്നെ പറഞ്ഞിരുന്നു, ഇത് ചില കള്ളക്കളികളുടെ ഭാഗമായിട്ടാണ്. തനിക്കെതിരായി ഉയർന്നു വരുന്ന അന്നാണ് ഈ പറയുന്ന രാജ്മോഹൻ ഉണ്ണിത്താനെതിരായി ഒരു സ്ത്രീപീഡന പരാതിയൊക്കെ ഉയർന്നു വന്നത്. ഇതിനെ പരമാവധി പൊലിപ്പിക്കാൻ ഏറ്റവും കൂടുതൽ വ്യഗ്രത കാണിച്ചതൊക്കെ ഈ കെ മുരളീധരൻ അടങ്ങുന്ന ഒരു പറ്റം നേതാക്കന്മാരായിരുന്നു എന്നുള്ള കാര്യം ഈ കൃത്യമായി അറിയാവുന്ന ഒരാൾ തന്നെയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ. അതുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹം പലപ്പോഴും പല വെളിപ്പെടുത്തലും നടത്തിയിട്ടുമുണ്ട്. മഞ്ചേരിയിൽ വെച്ചിട്ട് അദ്ദേഹം ഒരു വനിതാ നേതാവുമായി, സേവാദളിൻ്റെ നേതാവെന്നാണ് അദ്ദേഹം പറയുന്നത്, ആ നേതാവുമായി യാത്ര ചെയ്ത് മഞ്ചേരിയിലെ അവിടുത്തെ ഒരു ഒരു ജഡ്ജിൻ്റെ വീട്ടിലേക്ക്, ഒഴിഞ്ഞു കിടന്ന വീട്ടിലേക്ക് അദ്ദേഹം അവിടെ എത്തുന്ന സമയത്ത് അവിടെ വെച്ചിട്ടാണ് ഇദ്ദേഹത്തിന് ഒരു അനാശാസ്യ പ്രവർത്തനം നടത്തി എന്നുള്ളതിൻ്റെ പേരിൽ അദ്ദേഹത്തെ പോലീസും ഒക്കെ കൂടി പിടിക്കുന്നത്. പെട്ടെന്ന് തന്നെ അദ്ദേഹം പറയുന്നത് പോലീസുകാരെയും മാധ്യമപ്രവർത്തകരെയും വിളിച്ചു വരുത്തിയത് അദ്ദേഹം തന്നെയാണെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. നമുക്കറിയില്ല അതിൻ്റെ വസ്തുത. അങ്ങനെ മാധ്യമപ്രവർത്തകരും അങ്ങനെയുള്ള ആൾക്കാരും എല്ലാം കൂടി അവിടെ കൂടുന്നു. അങ്ങനെ പുറം ലോകം കാര്യങ്ങൾ അറിയുന്നു. അതായത് രാജ്മോഹൻ ഉണ്ണിത്താനെയും മറ്റൊരു വനിതാ നേതാവിനെയും അല്ലെങ്കിൽ ഒരു വനിതയെയും കൂടി പിടികൂടിയിരിക്കുന്നു അനാശാസ്യ പ്രവർത്തനത്തിനിടെ. അന്ന് ഈ ഇമ്മോറൽ ട്രാഫിക്കിംഗ് എന്ന് പറയുന്ന വലിയ തെറ്റാണ്. അങ്ങനെ കൊണ്ടുപോകുന്നു. അദ്ദേഹത്തിനെതിരായി തെളിവുകൾ കണ്ടെത്താൻ കഴിയാതെ അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കുന്നു. ഈ വിവരം അറിഞ്ഞ പാടെ തന്നെ അന്ന് KPCC അധ്യക്ഷനായിരുന്ന രമേശ് ചെന്നിത്തല രാജ്മോഹൻ ഉണ്ണിത്താനെ പുറത്താക്കുന്നു. പെട്ടെന്ന് തന്നെ പടിക്ക് പുറത്താക്കുന്നു. അങ്ങനെ പിറ്റേ ദിവസം ഈ വിവരം ഇങ്ങനെ അദ്ദേഹത്തെ പുറത്താക്കിയ വിവരം എല്ലാവരും അറിയുന്നു. KPCCയിൽ നിന്ന്, കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ഭാരവാഹിത്വത്തിൽ നിന്നും കോൺഗ്രസിൽ നിന്ന് തന്നെ അദ്ദേഹത്തെ പുറത്താക്കുന്നു. ഇത് രാജ്മോഹൻ ഉണ്ണിത്താൻ എന്ന് പറയുന്ന ഒരു നേതാവിൻ്റെ ഏറ്റവും വലിയ ഡ്രോബാക്കായി മാറുകയാണ്. കാര്യം രാജ്മോഹൻ ഉണ്ണിത്താൻ ഒരു പെണ്ണുപിടിയനായ നേതാവാണ് എന്നുള്ള ഒരു പ്രസക്തി അല്ലെങ്കിൽ പ്രശസ്തി നാടൊട്ടുക്ക് ലഭിക്കുകയും ചെയ്യുന്നു. അങ്ങനെ രാജ്മോഹൻ ഉണ്ണിത്താന് പക്ഷേ ജാമ്യം കിട്ടി തൊട്ടടുത്ത ദിവസം തന്നെ കോടതിയിൽ നിന്നും. കാര്യം അദ്ദേഹത്തിന് എതിരായിട്ട് ഇങ്ങനെയൊരു ഇമ്മോറൽ ട്രാഫിക്കിംഗ് അല്ലെങ്കിൽ അനാശാസ്യം കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അതിനുള്ള തെളിവുകളില്ലാത്തതിൻ്റെ അഭാവത്തിൽ അദ്ദേഹത്തിന് ജാമ്യം നേടി അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്തു. കോടതി ആ കേസ് കോഷ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ രാജ്മോഹൻ ഉണ്ണിത്താൻ പുറത്തേക്ക് വരുമ്പോഴും ഈ പേരുദോഷം അദ്ദേഹത്തിൻ്റെ തലയിലുണ്ട്. അദ്ദേഹം നേരെ ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ട് സംസാരിച്ചു. അപ്പോൾ ഉമ്മൻചാണ്ടി ചെന്നിത്തലയോട് എത്രയും പെട്ടെന്ന് ഇത് മാറിക്കൊടുക്കാം, അതായത് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് രാജിയാക്കി കൊടുക്കാം, ഉടൻ തന്നെ തിരിച്ചെടുക്കാം എന്നൊക്കെ പറഞ്ഞെങ്കിലും വീണ്ടും കുറേ കാലം കഴിഞ്ഞതിന് ശേഷമാണ് രാജ്മോഹൻ ഉണ്ണിത്താനെ തിരിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ വിഷയങ്ങളെല്ലാം കൂടി ചേർത്തുകൊണ്ടാണ് രാജ്മോഹൻ ഉണ്ണിത്താനെതിരായി ചില സ്ഥാപിതമായ താല്പര്യങ്ങളോടുകൂടി പലയിടങ്ങളിലും കോൺഗ്രസ് പ്രവർത്തകർ തന്നെ അക്രമം നടത്തിയിരുന്നു. എന്നാൽ രാജ്മോഹൻ ഉണ്ണിത്താനെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സപ്പോർട്ട് ചെയ്യാനോ പിന്തുണയ്ക്കാനോ ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു വാസ്തവം പുറത്തേക്ക് അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുമുണ്ട്. അതായത് അദ്ദേഹം പറയുന്നത് മറ്റൊരു തലത്തിലാണ്. ഇന്ന് നമുക്കറിയാം കോൺഗ്രസ് പാർട്ടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവാണ് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ. ആ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിലിനെ കുറിച്ചിട്ട് ഇദ്ദേഹം തന്നെ നമ്മുടെ നമ്മുടെ PC ജോർജ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, രാഹുലിനെ പിടിച്ച് അവനെയും കൂടെ പിടിച്ച് അങ്ങ് പെണ്ണ് കിട്ടിക്കണം, അവൻ്റെ സോക്കേട് അങ്ങ് തീരുമെന്നാണ് പറഞ്ഞത്. എന്നിട്ട് അദ്ദേഹം പ്രത്യേകം എഴുതിയിട്ട് രാഹുൽ ഗാന്ധിയെക്കുറിച്ചുള്ള രാഹുൽ മാങ്കൂട്ടത്തിലിനെ കുറിച്ചാണ് എന്ന് എഴുതിയിട്ടുണ്ട്. കാര്യം രണ്ടുപേരും അവിവാഹിതരാണല്ലോ. പിന്നെ രാഹുൽ ഗാന്ധിയെക്കുറിച്ചുള്ള എന്തെങ്കിലും അനാശാസ്യ കഥകളൊന്നും നമ്മൾ കേട്ടിട്ടുമില്ല. അപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ 3-ലധികം സ്ത്രീകളെ പീഡിപ്പിച്ചതിൻ്റെ പേരിൽ അല്ലെങ്കിൽ സ്ത്രീപീഡന പരാതി നേരിടുന്ന സമയത്തും അവനെപ്പോലുള്ളവരെ പിന്തുണയ്ക്കാൻ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ നിരവധി ആളുകളുണ്ട് എന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ വ്യക്തമാക്കുന്നുണ്ട്. അപ്പം 3-ലേറെ പെൺകുട്ടികളെ പീഡിപ്പിച്ച ഒരുത്തിനെ പ്രൊട്ടക്ട് ചെയ്ത് പിടിക്കാൻ ഇവിടെ ആളുണ്ട്. എന്നിട്ട് പോലും ഒരു സ്ത്രീയുടെ ശരീരത്ത് പോലും അനാവശ്യമായി തൊട്ടിട്ടില്ലാത്ത തന്നെ പിന്തുണയ്ക്കാൻ ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അതോടൊപ്പം ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട്,
അതായത് പിന്നെ നമുക്കറിയാം ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന വ്യക്തി സോളാർ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ സ്ത്രീ ഉയർത്തിയ പരാതിയുടെ പുറത്ത് കേരളത്തിലെ പലരും, അതായത് കോൺഗ്രസ് നേതാക്കന്മാരടക്കം അദ്ദേഹത്തെ കുറ്റം പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നിട്ട് കൂടി അതിനെയെല്ലാം മറികടന്നുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി, ഉമ്മൻചാണ്ടിക്ക് വേണ്ടി സംസാരിച്ച ഒരേ ഒരാൾ താനായിരുന്നു എന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ അവകാശപ്പെടുകയും ചെയ്യുന്നുണ്ട്. പല ചാനൽ ചർച്ചകളിലും പോയിരുന്ന് ഉമ്മൻചാണ്ടിയെക്കുറിച്ച് നല്ല കാര്യങ്ങൾ പറയാനും ഉമ്മൻചാണ്ടി അങ്ങനെ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം പറയാനും ഒക്കെ വേണ്ടിയിട്ട് താൻ പരമാവധി പരിശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ ഒരൊറ്റ നേതാവ് പോലും കോൺഗ്രസിൽ നിന്ന് ഒരാൾ പോലും പിന്തുണയ്ക്കാൻ വന്നിരുന്നില്ല എന്നുള്ള കാര്യവും രാജ്മോഹൻ ഉണ്ണിത്താൻ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നു. എന്ന് വെച്ചാൽ രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു വയ്ക്കുന്നത് ഏറ്റവും നികൃഷ്ടമായ, പരസ്പരം ഒരു കാരണവശാലും ഒത്തുചേരാത്ത നേതാക്കന്മാരുടെയും അണികളുടെയും പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി എന്ന് തന്നെയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ എന്ന് പറയുന്ന കാസർഗോഡിൻ്റെ MP പറഞ്ഞു വയ്ക്കുന്നത്. തന്നെ പല ഘട്ടത്തിലും സഹായിച്ച ഒരാൾ തന്നെയാണ് പിന്നെ ഇദ്ദേഹം, അതായത് കരുണാകരനെങ്കിൽ തന്നെയും കരുണാകരൻ പലപ്പോഴും തനിക്ക് ലഭിക്കേണ്ടിയിരുന്ന സ്ഥാനമാനങ്ങൾ പോലും നൽകാൻ വിസമ്മതിച്ചിരുന്നു എന്നുള്ളതാണ്. അതായത് ഒരു സംസ്ഥാന തലത്തിലൊരു മന്ത്രിയോ അല്ലെങ്കിൽ ഒരു MLAയോ അങ്ങനെ തുടങ്ങി യാതൊരു വിധത്തിലുമുള്ള പരിഗണനയും തനിക്ക് കരുണാകരനോടൊപ്പം ചേർന്ന് നിന്നിട്ടും ലഭിച്ചിട്ടില്ല എന്നുകൂടി രാജ്മോഹൻ ഉണ്ണിത്താൻ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയെ ഇങ്ങനെ വലിച്ചു കീറി ഒട്ടിക്കുക എന്ന് നമ്മൾ പറയില്ലേ, ആ രീതിയിൽ തന്നെയാണ് അദ്ദേഹം പറയുന്നത്. കാര്യം അദ്ദേഹത്തിനുണ്ടായ അനുഭവങ്ങളിൽ താൻ ഒരു തെറ്റ് ചെയ്യാതിരുന്നിട്ട് കൂടിയും തന്നെ പിന്തുണയ്ക്കാൻ ഒരു നേതാക്കന്മാരും വന്നിരുന്നില്ല. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലെ ഒരാൾ ഇങ്ങനെ പീഡകനായി അയാൾക്കെതിരെ പരാതി വന്നു, ജയിൽവാസം അനുഷ്ഠിച്ചു, അതിനുശേഷം പിന്നെ ജാമ്യവ്യവസ്ഥകൾ ലംഘിക്കുന്നു, ഇങ്ങനെ ആയിട്ട് പോലും ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്തുണയ്ക്കാനും എടുത്തുകൊണ്ട് നടക്കാനും വെള്ള പൂശാനും നിരവധി ആളുകൾ ഇവിടെയുണ്ട്. KPCCയിൽ തന്നെ പുറത്താക്കിയ സമയത്തും അങ്ങനെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതെല്ലാം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് ഈ കൊല്ലത്തെ സീറ്റ് കൃത്യമായി കൊടുക്കാമെന്ന് പല ആവർത്തി അങ്ങോട്ട് പറഞ്ഞിരുന്നതാണ്. 100% നീ ഉറപ്പിച്ചോളൂ, നിനക്ക് അവിടെ നിന്ന് കൊല്ലത്ത് നിന്ന് സീറ്റുണ്ട് എന്ന് K. കരുണാകരൻ തന്നെ പറഞ്ഞ സാഹചര്യത്തിൽ പോലും അതിനെല്ലാം തട്ടിത്തെറിപ്പിക്കുന്ന സമീപനമായിരുന്നു ഒരുപക്ഷെ രാജ്മോഹൻ ഉണ്ണിത്താനെ നേരിടേണ്ടി വന്നത്. അങ്ങനെ കൊല്ലം സീറ്റ് അദ്ദേഹത്തിന് നഷ്ടമാവുകയും ചെയ്തു. പിന്നെ തന്നെയുമല്ല, K. കരുണാകരൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അത്രേ, അതായത് പണ്ട് കാലത്ത് ഇതുവരെ ഉണ്ടായിരുന്ന പല കോൺഗ്രസിൽ നടന്നിട്ടുള്ള പല കാര്യങ്ങളും പുറത്തേക്ക് അദ്ദേഹം തുറന്നു പറഞ്ഞാൽ പലപ്പോഴും അന്ന് ഒന്നുമല്ലാതിരുന്ന പല നേതാക്കന്മാരും ഇന്ന് വലിയ നിലയിലേക്കെത്തി. അവരൊക്കെ ഈ സ്ഥാനത്തേക്ക് വരാൻ ഒട്ടും അർഹന്മാരായിരുന്നില്ല എന്നുള്ളത് തന്നെയല്ല, അവർക്ക് കൂടി ദോഷം ചെയ്യുന്ന പല കാര്യങ്ങളും തനിക്ക് പറയേണ്ടി വരും എന്നുള്ള കാര്യം ഒരു ഭീഷണിയുടെ സ്വരത്തിൽ ഈ രാജ്മോഹൻ ഉണ്ണിത്താൻ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി പണ്ടുണ്ടായിരുന്ന അതേ അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് നേതാക്കന്മാർ തമ്മിൽ യാതൊരു തരത്തിലുള്ള സ്വരച്ചേർച്ചയും ഇന്നും കോൺഗ്രസ് പാർട്ടിക്കുള്ളിലില്ല. അത് രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. രാജ്മോഹൻ ഉണ്ണിത്താൻ ഉണ്ടോ? ഇല്ല. രാജ്മോഹൻ ഉണ്ണിത്താൻ എന്ന് ആലോചിച്ച് നോക്കൂ, രാജ്മോഹൻ ഉണ്ണിത്താൻ ഇതേ കോൺഗ്രസ് പാർട്ടിയിൽ പ്രവർത്തിച്ചുകൊണ്ട് UDF എന്ന് പറയുന്ന മുന്നണിയിൽ നിന്നുകൊണ്ടാണ് വീണ്ടും കാസർഗോഡ് നിന്ന് MP ആയി മാറിയിരിക്കുന്നത്. അതായത് കോൺഗ്രസിൽ നിന്ന് എല്ലാ ആനുകൂല്യങ്ങളും പിടിച്ചു പറ്റിക്കൊണ്ട് കോൺഗ്രസിലെ ഈ പറയുന്ന പാവപ്പെട്ട പ്രവർത്തകരുടെയും അണികളുടെയും വോട്ട് കൊണ്ട് ജയിച്ച് ഇപ്പോഴും MP ആയി തുടരുന്ന അദ്ദേഹത്തിന് കോൺഗ്രസിനോട് പക്ഷേ പുച്ഛമാണ്. കോൺഗ്രസിലെ നേതാക്കന്മാരെല്ലാം ചതിയന്മാരും വഞ്ചകന്മാരുമാണ്. സത്യം അതാണെങ്കിൽ തന്നെയും അത് എവിടെയും മാധ്യമങ്ങളുടെ മുന്നിൽ നിന്ന് പരസ്യമായി തുറന്നു പറയാൻ പോലും മടിയില്ലാത്ത ഒരാളാണ് നമ്മുടെ രാജ്മോഹൻ ഉണ്ണിത്താൻ എന്നുള്ള കാര്യം വ്യക്തമാണ്. പക്ഷേ അദ്ദേഹം പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളിലും വസ്തുതയുണ്ട് എന്നുള്ള കാര്യവും നമുക്കറിയാം. നമുക്ക് ഈ പല നേതാക്കന്മാരും പണ്ട് കേട്ടിട്ടില്ലാത്ത പല നമുക്കറിയാം. നമ്മുടെ VD സതീശൻ അടക്കമുള്ള നേതാക്കന്മാർ, ചെന്നിത്തല അടക്കമുള്ള നേതാക്കന്മാർ, അതോടൊപ്പം തന്നെ ഇന്ന് വലിയ ആൾ കളിച്ച് നടക്കുന്ന ഷാഫി പറമ്പിലാണെങ്കിലും രാഹുൽ മാങ്കൂട്ടം തുടങ്ങിയ ഒരു വലിയ വിഭാഗം നേതാക്കന്മാരെല്ലാവരും തന്നെ ഈ പറയുന്ന തരത്തിലേക്ക് ഉയർന്നു വരാൻ ഒരു യോഗ്യതയും ഇല്ലാത്തവരാണ് എന്നുള്ള കാര്യമാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു വയ്ക്കുന്നത്. സത്യത്തിൽ അത് തന്നെയല്ലേ നടക്കുന്നത്. ഇപ്പോൾ K. സുധാകരൻ എന്ന് പറയുന്ന ഒരു നേതാവിൻ്റെ വരവോട് പിന്നെ എന്താണ് K. സുധാകരന് സംഭവിച്ചത്? അക്ഷരാർത്ഥത്തിൽ K. സുധാകരൻ ഇപ്പോഴും നിലവിൽ കണ്ണൂർ എന്ന് പറയുന്ന സ്ഥലത്ത് MP ആണ്. ആ MPയെ അയാൾ സ്വയം പ്രഖ്യാപിക്കുകയാണ്, ഞാൻ കണ്ണൂരിൽ നിന്ന് മത്സരിക്കാൻ പോകുന്നു എന്നുള്ള വിവരം. എങ്ങനെയാണ് AICC പോലും അറിയാതെ, AICC അങ്ങ് ഒരു തീരുമാനം എടുക്കാതെ, KPCCയിൽ ഒരു സാധ്യതാ പട്ടികയില്ലാതെ സ്വയം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താൻ കഴിയുക? ഇപ്പം നോക്കുള്ളൂ, ജ്യോതികുമാർ ചാമക്കാല മണ്ഡലത്തിൻ്റെ പേരടിച്ചിട്ടില്ല. 1500ഓളം ഫ്ലെക്സുകൾ ജ്യോതികുമാർ ചാമക്കാല അടിച്ചു കഴിഞ്ഞു വിതരണം ചെയ്യാനും ഒട്ടിക്കാനും വേണ്ടിയിട്ട്. എന്ത് ധൈര്യത്തിൻ്റെ പുറത്താണ് ജ്യോതികുമാർ ചാമക്കാല അങ്ങനെ ഒരു ഫ്ലെക്സ് അടിച്ചു വെച്ചത്? അതായത് കോൺഗ്രസ്സിലുള്ള എല്ലാവരും ഓരോ പാർട്ടികളായി മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം, എല്ലാവർക്കും സീറ്റ് വേണം. അപ്പോൾ ജ്യോതികുമാർ ചാമക്കാല മണ്ഡലത്തിൻ്റെ പേരിനെയും അടിക്കാതെ തന്നെ
എപ്പോഴും ചാമക്കാല ഒപ്പം ഉണ്ടാകുമെന്ന് പറയുന്ന ഫ്ലെക്സ് അടിച്ചുകൊണ്ട് കേരളം മുഴുവൻ ഒട്ടിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ പിന്നെ കൊണ്ടുവന്ന് എടുത്ത് വെക്കാൻ പോകുന്നു. ഇതാണ് സംഭവിക്കുന്നത്. ഇത് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുടെ അച്ചടക്കമില്ലായ്മയെ ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങളാണ്. ഒന്നാലോചിച്ച് നോക്കിക്കോളൂ. ഡൽഹിയിൽ ഉണ്ടായിരുന്ന നമ്മുടെ KC വേണുഗോപാൽ ഒരു സുപ്രഭാതത്തിൽ നേരെ കേരളത്തിലേക്ക് വണ്ടി ഇറങ്ങുന്നു. എന്തിനു വേണ്ടിയാ? ഇവിടെ ഉണ്ടായിരുന്ന ഈ KCയുടെ വരവോടുകൂടി അതുവരെ അപ്രമാദിത്വമുണ്ടായിരുന്ന ഒരു ശക്തനായ നേതാവ് പെട്ടെന്ന് ചുരുങ്ങുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. അതാണ് VD സതീശൻ എന്ന് പറയുന്ന നേതാവ്. അങ്ങനെ സതീശൻ ഒതുങ്ങി, ചെന്നിത്തല ഒരു വശത്ത് ഒതുങ്ങുന്നു, സുധാകരൻ ദേ ഇപ്പോൾ ഒതുങ്ങാൻ പോകുന്നു, സുധാകരൻ മിക്കവാറും പാർട്ടി വിട്ട് BJPയിലേക്ക് അംഗത്വം എടുക്കാൻ പോകുന്നു. അങ്ങനെ തുടങ്ങി നിരവധിയായ സംഭവ വികാസങ്ങൾ കൊണ്ട് നമ്മൾ വിചാരിക്കും ടീം UDF, ശക്തമായ ടീം UDF എന്നൊക്കെ VD സതീശൻ 1000 ആവർത്തി പറയുന്നുണ്ടെങ്കിൽ തന്നെയും അതിനെല്ലാം നേതൃത്വം കൊടുത്തുകൊണ്ട് നിൽക്കുന്ന കോൺഗ്രസ് പോലെ ഒരു പാർട്ടിക്ക് എല്ലാം ശിഥിലമായി കിടക്കുന്നു, കലങ്ങി മറിഞ്ഞു കിടക്കുന്നു എന്നുള്ള ചില വസ്തുതകളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.